പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മള് ഈശോയുടെ തിരുവിലാവിലെ സ്നേഹത്തെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ഈശോയുടെ സ്നേഹം നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്തൊരു സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സെയിന്റ് പോള് പറയണത്, അവന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഒന്നും അളക്കാൻ പറ്റില്ല. ഞാൻ ഈ ഒരു ധ്യാന വിചിന്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഒരു നാസി തടങ്കൽപ്പാളയത്തിൽ പെട്ടുപോയ ഒരു മിഷണറി അച്ഛന്റെ ഒരു ഡയറി കുറിപ്പ് ഒരു മാഗസിനിൽ വായിച്ചത്, കുറെ വർഷം മുമ്പ് വായിച്ചതാണ്. ഈ അച്ഛൻ എല്ലാ ദിവസവും ഡയറി എഴുതുമായിരുന്നു. ആഹ് അച്ഛൻ എഴുതുന്നത് അച്ഛന്റെ ഈ ഓരോ ദിവസത്തെയും വേദനകളും പീഡകളും ഒക്കെ എഴുതുന്നു. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മള് വല്ലാത്തൊരു അവസ്ഥയിലായി പോകും. അതായത് അത്രയ്ക്ക് ക്രൂരമാണ്, ഭീകരമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനങ്ങളാണ്. നഖത്തിനിടയിലൂടെ ആണിയടിച്ച് കയറ്റുക, തിളച്ച എണ്ണയിൽ മുട്ടോളെ ഇറക്കി നിർത്തിയിട്ട് തിരിച്ചെടുത്ത് നിർത്തുക, ആൾക്ക് കൂണിക്കൂട്ടാൻ പാകത്തിന് രണ്ടു മൂന്ന് പേരെയൊക്കെ ഇരുമ്പഴിയിലാക്കുക. അങ്ങനെ അതിക്രൂരമായ പീഡനങ്ങൾ അച്ഛൻ ദിവസത്തെയും ഡയറിയിൽ എഴുതും. ഇന്ന് ഞങ്ങളെ കുറെ പേരെ കൊണ്ടുപോയി തിളച്ചെണ്ണയിൽ ഇറക്കി നിർത്തി. അങ്ങനെ ഇങ്ങനെ ഒരു ദിവസത്തെയും പീഡനങ്ങൾ എഴുതി. ഈ അച്ഛൻ നാസി തടങ്കൽ പാളയത്തിൽ കിടന്ന് തന്നെയാണ് മരിക്കുന്നത്. പക്ഷെ അച്ഛന്റെ ശേഷം അച്ഛന്റെ ഡയറി എടുത്തപ്പോ, അച്ഛൻ മരിക്കുന്നതിന് ഒരു 4 മാസം മുമ്പ് അച്ഛന്റെ ഡയറി എടുത്ത് അച്ഛൻ സ്റ്റോപ്പ് ചെയ്തതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. ഏറ്റവും ലാസ്റ്റ് അച്ഛൻ എഴുതിയിരിക്കുന്ന ഡയറി കുറിപ്പ് വളരെ വളരെ മനോഹരമാണ്. ഏറ്റവും അവസാനത്തെ ഡയറി കുറിപ്പ്, മരിക്കുന്നതിന് 4 മാസം മുമ്പ് അച്ഛൻ എഴുതിയിരിക്കുന്നത്: ഇന്ന് തളർന്ന കൈകൾ കൊണ്ട് ഞാൻ എൻ്റെ പേനയെടുത്ത് സിമന്റ് തറയിൽ ഇരുണ്ട വെളിച്ചത്തിൽ എഴുതാൻ വേണ്ടി ഇരിക്കുമ്പോൾ അങ്ങ് ദൂരത്തുനിന്ന് വരാന്തയിൽ ഒരു കാലൊച്ചയം കേട്ടു. എനിക്ക് ഭയമായി. പടയാളികളാണെങ്കിൽ ഈ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേറ്റിരിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവരെന്നെ എന്തായിരിക്കും ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞു. ഞാൻ ഭയപ്പെട്ട് അനങ്ങാതിരുന്നു. പക്ഷെ ആ പാദങ്ങൾ എൻ്റെ അടുത്തേക്ക് നടന്ന് 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 വരുന്നത് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞു. തലേ ദിവസത്തെ ക്രൂരമായ മർദ്ദനങ്ങൾ കൊണ്ട് എനിക്ക് തലയൊന്ന് ഉയർത്തിപ്പിടിക്കാനോ ഒന്ന് ശരിയായിട്ട് നോക്കാനോ പോലും കരുത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞു, ആ പാദങ്ങൾ നടന്ന് 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 എൻ്റെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. ഭയത്തോടെ ഞാൻ ആ പാദങ്ങളിൽ നോക്കുമ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. ആ പാദങ്ങളിൽ രണ്ട് ഇരുമ്പിന്റെ ആണിപ്പാടുകൾ. ആണിപ്പാടിൽ കണ്ടതോടെ ശക്തിയില്ലാത്ത എൻ്റെ ശിരസ് പെട്ടെന്ന് ഉയർന്നു. ഞാൻ മേളിലേക്ക് നോക്കി. രണ്ട് കൈയും വിരിച്ചു പിടിച്ച് മുറിവേറ്റ് രക്തമൊലിച്ച് ഇങ്ങനെ വിലാപ്പുറത്തുനിന്ന് ഹൃദയം കുത്തി തുറക്കപ്പെട്ട് അവിടെ നിന്ന് രക്തമൊഴുകുന്ന ക്രിസ്തു എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ കൈകളും ചുണ്ടുകളും എല്ലാം വിറച്ചു. ഞാനിങ്ങനെ അത്ഭുതത്തോടെ ഭയത്തോടെ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു: നീ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്ക്. ഇത്രയും മുറിവുണ്ടോ നിനക്ക്? ഇത്രയും മുറിവുണ്ടോ നിനക്ക്? ഞാൻ ആ ഹൃദയത്തിലേക്ക് നോക്കി വാവിട്ട് കരഞ്ഞു. കാരണം ഞാൻ അവിടെ കണ്ടത് രക്തമല്ല, മറിച്ച് എന്നിലേക്കും ഈ ലോകത്തിലേക്കും മുഴുവൻ ഒഴുകി 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 ഇറങ്ങുന്ന തീരാത്തൊരു സ്നേഹത്തിന്റെ
പ്രവാഹമാണ് ഞാൻ കണ്ടത്. എന്നിട്ട് അച്ഛൻ എഴുതി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇല്ല, എനിക്ക് ഒരു മുറിവില്ല, എനിക്കൊരു സങ്കടവുമില്ല. അവന്റെ സങ്കടങ്ങളോടും അവന്റെ മുറിവിനോടും തുലനം ചെയ്യുമ്പോൾ എന്റെ മുറിവ് ഒരു മുറിവല്ല, എന്റെ വേദനകൾ ഒരു വേദനയല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ഹൃദയം തിരിച്ചറിഞ്ഞ ഒരാൾക്ക് പിന്നെ അയാൾക്ക് മുറിവുകളില്ല, സങ്കടങ്ങളില്ല, സഹനങ്ങളില്ല. അയാളുടെ സഹനങ്ങളൊന്നും സഹനമല്ലാതായ അയാൾക്ക് തോന്നും. ആ ഒരു കൃത്യമായ ബോധ്യമാണ് പൗലോസ് ലീഹ 1 കൊരിന്തോസ് 13 പറയുന്നത്. ഈ ഒരു തിരിച്ചറിവിലേക്ക് വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള ഒരാള് സ്നേഹമാണ്, സ്നേഹക്ഷമ, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ സ്നേഹത്തിന്റെ തിരുഹൃദയത്തെ യഥാർത്ഥത്തിൽ കാണേണ്ടതുപോലെ കണ്ടാൽ പിന്നെ നമ്മൾ സ്നേഹമാകുന്നു. പിന്നെ ആ സ്നേഹമായ നമ്മൾ 1 കൊരിന്തോസ് 13 പറയുന്ന പോലെ സ്നേഹം ദീർഘക്ഷമയും ദയവുള്ളതുമായി മാറും. സ്നേഹം അസൂയപ്പെടാത്തതായി മാറും. ചെയ്യാത്തതായി, അഹങ്കരിക്ക, ഇതാണ് തിരുവിഴാവിൽ ഒഴുകുന്ന സ്നേഹം നമ്മളെ ഇങ്ങനെ മാറ്റിമറിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്ന സ്നേഹത്തിൽ നിന്നാണ്. ക്രിസ്തു സ്നേഹം കൊണ്ട് ഒരുപാട് പേരെയല്ലേ മാറ്റിയത്. സ്നേഹം കൊണ്ട് മാത്രമല്ലേ അവൻ മാറ്റിയത്. ബെന്യാമിന്റെ ജെറുസലേം യാത്രാ വിവരണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരുപാട് പേര് പുറപ്പെട്ടവരുണ്ടായിരുന്നു. പ്രധാന വീതിയിൽ പ്രവേശിക്കാനാവാത്ത ന്യായപ്രമാണ ഗ്രന്ഥം പുറത്താക്കിയവർ, കുഷ്ഠരോഗികള്, രക്തസ്രാവക്കാര്, അന്ധന്മാര്, ചെകിടന്മാര്, ഇവർക്കൊന്നും പ്രധാന വീതിയിൽ പ്രവേശനമില്ല. ഇവരെയൊക്കെ എത്ര സിമ്പിൾ ആയിട്ടാണ് ക്രിസ്തു എടുത്തു നിർത്തിയത്. ഈശോ ദൈവത്തെയും മനുഷ്യരെയും കൂട്ടിയോജിപ്പിച്ചത് സ്നേഹത്തിലൂടെയാണ് ക്രൂശിൽ കാണുന്നത്. ദൈവത്തെയും മനുഷ്യരെയും കൂട്ടിയോജിപ്പിച്ചു. അതായിരുന്നു അവന്റെ ഹൃദയം. ദൈവത്തെയും മനുഷ്യോജിപ്പിച്ചു എന്ന് മാത്രമല്ല, മനുഷ്യരെയും തമ്മിൽ അവൻ കൂട്ടിയോജിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ നോൻപ് കാലത്ത് ഈശോയുടെ തിരുവിലാവിലെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്റെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആക്കണേ എന്ന പ്രാർത്ഥനയാണ് എപ്പോഴും വേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അഹന്തയില്ല, അവിടെ വേർതിരിവുകളില്ല. പണ്ട് തൊട്ടേ നമ്മുടെ കാരണന്മാര് നമ്മളെ പഠിപ്പിച്ച ആ സുഹൃത ജപം ഒളിമങ്ങാതെ നമ്മുടെ അധരങ്ങളിലും ഹൃദയത്തിലും ഉണ്ടാവട്ടെ. ഈശോയുടെ ഹൃദയമേ, അങ്ങേ തിരുഹൃദയത്തിനൊത്തതാക്കി എന്റെ ഹൃദയത്തെ മാറ്റണം. ഈശോയുടെ തിരുവിലാവിലെ ആ സ്നേഹം എന്നും നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ. ആ സ്നേഹം ദൈവമായിട്ട് നമ്മളെ കൂടുതൽ അടുപ്പിക്കട്ടെ. മനുഷ്യരെയും തമ്മിൽ അടുപ്പിക്കാൻ അങ്ങനെ വിശാലമായ ഒരു ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ആമേൻ.